ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നാളെ. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. പൂരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഇരിപ്പിടത്തെ ചൊല്ലി ബഹളം. ഭരണപക്ഷ കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊരുങ്ങി BJP. ഈ മാസം 28-ന് ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കും. തൃശൂരിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാകുളം ജംഗ്ഷൻ സർവീസ് റോഡിൽ തെന്നിവീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. മണ്ണുത്തി വെട്ടിക്കലിൽ അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ബൂത്ത് നമ്പർ 137-ലാണ് ഇത്തവണ വോട്ട്. ഉത്രാളിക്കാവ് പൂരം നാളെ. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളൊരുക്കുന്ന ഉത്രാളി പൂരത്തിനായി നാടൊരുങ്ങി. 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. എങ്കക്കാട് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം തുടരുന്നു. വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളുടെ ചമയ പ്രദർശനം ഇന്ന് വൈകിട്ട് നടക്കും. എങ്കക്കാട് വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് 11-ന് ആരംഭിക്കും. കുനിശ്ശേരി അനിയന്മാരാർ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കും. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ പ്രാമാണികത്വം വഹിക്കും. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും. വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 12-ന് കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. എഴുന്നള്ളിപ്പിന് സായുധ പോലീസ് അകമ്പടിയാകും. പഞ്ചവാദ്യത്തിന് തിരുവല്ലോമല ഹരി പ്രാമാണികത്വം വഹിക്കും. കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റും. പൂരത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട് പൂരപ്രേമികൾക്ക് ആവേശമായി. ഇന്നലെ രാത്രിയാണ് കാഴ്ചക്കാർ ആവേശത്തോടെ കാത്തുനിന്ന എങ്കക്കാട് ദേശമൊരുക്കിയ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായത്. തോമസ് അങ്കമാലിയാണ് സാമ്പിൾ വെടിക്കെട്ടൊരുക്കിയത്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങൾ കയ്യേറി LDF അംഗങ്ങൾ. തങ്ങളുടെ ഇരിപ്പിടങ്ങൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. അജണ്ട ഇനങ്ങൾ ഒറ്റ വാക്കിൽ പാസാക്കി കൌൺസിൽ യോഗം പിരിച്ചുവിട്ട് മേയർ. രാവിലെ 11:40 ആരംഭിച്ച കൌൺസിൽ യോഗമാണ് നാടകീയ രംഗങ്ങളോടെ ബഹളത്തിൽ കലാശിച്ചത്. യോഗം തുടങ്ങുന്നതിന് മുൻപേ UDF അംഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 7 ഇരിപ്പിടങ്ങളിൽ LDF അംഗങ്ങൾ ഇരിപ്പുറപ്പിച്ചിരുന്നു. കൌൺസിൽ നടപടികളുടെ പ്രാരംഭമായി അനുശോചന പ്രമേയ അവതരണം കഴിഞ്ഞയുടൻ സീറ്റ് നഷ്ടപ്പെട്ട UDF അംഗങ്ങൾ ഇരിപ്പിടം ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി. തുടർന്ന് പ്രതിപക്ഷം ജനാധിപത്യ മര്യാദകൾ പാലിച്ച് കയ്യേറിയ സീറ്റ് തിരിച്ചു നൽകണമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും പ്രതിപക്ഷത്തിന് ഒരുമിച്ചിരിക്കാനുള്ള സീറ്റ് നൽകാമെന്ന് പറഞ്ഞ മേയർ വാക്കുപാലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഹിരണും പറഞ്ഞു. തുടർന്ന് ഇരുപക്ഷവും രൂക്ഷമായ വാഗ്വാദവും മുദ്രാവാക്യം വിളികളുമായി. ഇതിനിടെ അജണ്ട ഇനങ്ങളെല്ലാം പാസ്സായതായി അറിയിച്ച് മേയർ കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് ഇരുപക്ഷവും മുദ്രാവാക്യം വിളികളുമായി കൌൺസിൽ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധിച്ച് പിരിഞ്ഞുപോയി.
സീറ്റിനെ ചൊല്ലിയുള്ള പോരിനിടെ വിശദമായ ചർച്ചകൾ ആവശ്യമുള്ള നിരവധി അജണ്ട ഇനങ്ങൾ ഒരു ചർച്ചയുമില്ലാതെ ഒറ്റവാക്കിൽ പാസാക്കുകയായിരുന്നു. TCV തൃശൂർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊരുങ്ങി BJP. തൃശൂരിൽ പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായേക്കും. ഈ മാസം 28-ന് ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം തൃശൂർ മണ്ഡലം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് MT രമേശിന്റെ നിലപാട്. ശോഭാ സുരേന്ദ്രൻ, രാജു ചന്ദ്രശേഖർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, R ശ്രീരേഖ, K സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള ലിസ്റ്റാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ ചതി. റോഡിൽ ഓയിൽ ഒഴിച്ചതിനെ തുടർന്ന് വഴുതി വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേറ്റു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷൻ പരിസരത്ത് സർവീസ് റോഡിലാണ് കരാർ കമ്പനിയായ ശിവാലയുടെ ജീവനക്കാർ ഓയിൽ ഒഴിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്നലെ രാത്രിയിലായിരുന്നു പ്രവൃത്തി. ഇതുവഴി വന്ന നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് റോഡിൽ വഴുതി വീണ് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് റോഡ് അടച്ചു. അപകട സാധ്യത ഒഴിവാക്കണമെന്നും അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതയിലുണ്ടായ അപകട പരമ്പരയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. പടാക്കുളം ജംഗ്ഷൻ പരിസരത്തെ സർവീസ് റോഡിൽ ദേശീയപാത കരാർ കമ്പനിയുടെ അശ്രദ്ധ മൂലമാണ് അപകടങ്ങളുണ്ടായത്. അപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായും ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കരാർ കമ്പനി സമ്മതിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ മേൽപ്പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. സ്കോർപിയോയുടെ പിന്നിൽ ലംബോർഗിനി ഇടിച്ചായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കോർപിയോ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടയം സ്വദേശികളായ കുടുംബമായിരുന്നു സ്കോർപിയോ കാറിലുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണി കൊടിയേറ്റത്തിന് ആയിരക്കണക്കിന് ഭക്തർ സാക്ഷിയായി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. കാവിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വടക്കേ നടയിലൂടെ ക്ഷേത്രാങ്കണത്തിലെത്തി. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് അവകാശിയായ ആനന്ദനെത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിന്നു. അപ്പുകുട്ടനും അനന്തരാവകാശി ശിവകുമാറും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. അതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. ഭരണിനാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ജനങ്ങളോട് പ്രതിബദ്ധതയോ കരുണയോ ഇല്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്ത് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസം. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ജോസഫ് ചാലിശ്ശേരി, K അജിത് കുമാർ, NA സാബു, ജിജോ കുര്യൻ എന്നിവർ സംസാരിച്ചു. പോലീസ് സേനയുടെ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടല്ല സർക്കാരിന്റേതെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ 39ാം തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിൽ പ്രസിഡന്റ് NS സജീവൻ പറഞ്ഞു. തൃശൂർ സിറ്റി ASP PV ബേബി മുഖ്യപ്രഭാഷണം നടത്തി. KPS സെക്രട്ടറി KR രജീഷ്, കുന്നംകുളം ACP N മുരളീധരൻ, ക്രൈംബ്രാഞ്ച് DYSP SP സുധീരൻ, ഒല്ലൂർ ACP KP ടോംസൺ, അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KC ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. റംസാൻ ആരംഭിച്ചതോടെ പഴവർഗ്ഗ വിപണി സജീവമായി. പഴവർഗ്ഗങ്ങളുടെ വിലയിലും വർധനവുണ്ട്. നോമ്പുതുറയ്ക്കുള്ള പ്രധാന ഇനമാണ് പഴവർഗ്ഗങ്ങൾ. തണ്ണിമത്തൻ, ആപ്പിൾ, മുന്തിരി, ഷമാം, ഓറഞ്ച്, മാങ്ങ, അനാർ, പപ്പായ, പേരയ്ക്ക തുടങ്ങിയവയാണ് മുഖ്യ ഇനങ്ങൾ. കൂടാതെ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, പ്ലം എന്നിവയും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വില അല്പം കൂടുതലാണ്. പഴവർഗ്ഗ കച്ചവടക്കാരുടെ എണ്ണവും കൂടി. എന്നാൽ കഴിഞ്ഞ നോമ്പ് സീസണിലെ കച്ചവടം ഇപ്പോഴില്ലെന്ന് ചാവക്കാട് മാർക്കറ്റിൽ 40 വർഷമായി വ്യാപാരം നടത്തുന്ന മുഹമ്മദ് പറയുന്നു. നോമ്പിന് പ്രത്യേകിച്ച് ഒരു സാധനത്തിന് വില ഒന്നും കൂടിയില്ല. സീസണില് വരുമ്പോ കുറവ് വരുന്ന സാധനങ്ങൾക്ക് വല്ല ചില്ലറ കൂടുതൽ വരുന്നു. കഴിഞ്ഞ സീസണിലെ കച്ചവടം ഇല്ല ഇപ്പോ. കാരണം ഒത്തിരി മന്ദഗതി ഉണ്ട് കച്ചവടം. ഒരു 2 ദിവസം നോമ്പിന്റെ തലേദിവസത്തെ 2-3 ദിവസം നല്ല തിരക്ക് പിടിച്ച കച്ചവടമായിരുന്നു. അതിനുശേഷം ഇത്തിരി കച്ചവടങ്ങൾ കുറവുണ്ട്. സീസൺ കഴിഞ്ഞതോടെ ആപ്പിൾ അമേരിക്ക, ന്യൂസിലൻഡ്, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ചൈനീസ് ആപ്പിളായ ഫ്യൂജി ഇപ്പോൾ ഇറക്കുമതിയില്ല. അതിനാൽ കിലോയ്ക്ക് 220 രൂപ മുതൽ മുകളിലേക്കാണ് ആപ്പിളിന്റെ വില. തണ്ണിമത്തൻ 20 മുതൽ 35 രൂപ വരെ നിരക്കിൽ ലഭിക്കും. മുന്തിരി 120 രൂപ മുതലാണ് വില. TCV ന്യൂസ്, ചാവക്കാട്.
കോഴിക്കോട് കെട്ടിടം വീണുണ്ടായ അപകടത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തൃശൂർ നഗരത്തിലെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. പഴകിയ കെട്ടിടങ്ങൾ ദുരന്ത സൂചകങ്ങളായി നിൽക്കുമ്പോൾ കർശന നടപടികളാണ് ആവശ്യം. ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികളെടുക്കണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. തൃശൂർ തെക്കേമഠത്തിന്റെ ശങ്കരപത്മം പുരസ്കാരം സാഹിത്യകാരൻ C. രാധാകൃഷ്ണന് സമ്മാനിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാരദാനം നിർവഹിച്ചു. തെക്കേമഠം മാനേജർ ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. നടുവിൽ മഠം ഇളമറ സ്വാമിയാർ, പാർത്ഥസാരഥി ഭാരതികൾ, എടമന വാസുദേവൻ നമ്പൂതിരി, മോഹനൻ വെങ്കടകൃഷ്ണൻ, ഡോക്ടർ ജയൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വാർഷിക സെമിനാർ പ്രൊഫസർ M. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ C. വിമല, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ, K. രാമചന്ദ്രൻ, TM റോയി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ആർട്ടിസാൻസ് യൂണിയൻ തൊഴിൽ സ്റ്റേറ്റ്മെന്റ് തിരുവല്ലോമലയിൽ നടന്നു. ആർട്ടിസാൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം സരള അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് കൗതുക കാഴ്ചയായി കൃത്രിമ ആന. പെരിഞ്ഞനം സ്വദേശി മധുവാണ് 8.5 അടി ഉയരമുള്ള ആനയെ നിർമ്മിച്ചത്. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരാനയുണ്ട്. കളവിച്ചിറാട്ടിൽ ദേവിദാസൻ. 8.5 അടി പൊക്കവും 10 അടി നീളമുള്ള ദേവിദാസന്റെ അടുത്ത് ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയുമാട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫിയും എടുക്കാം. പെരിഞ്ഞനം സ്വദേശി കളവിച്ചിറാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ച് 1 വർഷത്തോളം എടുത്താണ് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. 4 ചക്രത്തിലുള്ള കട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതുണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. 1 കൊല്ലം 28 ദിവസം പിടിച്ചു. ഈ മെറ്റീരിയൽ സ്റ്റൈലൻ സ്റ്റീലാണ്. സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, പോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വെൽഡിങ്, ഇതിനും 3നും വേറെ ആൾക്കാരെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഈ അമ്പലത്തിലാണ്. നമ്മുടെ തട്ടകാണ് ശ്രീപള്ളി ഭഗവതി ദേവിഡിന്. അതുകൊണ്ട് തന്നെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ദേവിദാസൻ എന്നാണ്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായിട്ടുണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. TCV ന്യൂസ്, കയ്പമംഗലം. പാരസെറ്റമോൾ ഗുളിക അമിതമായി കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. പഴയന്നൂർ നീളം പള്ളിയാൽ വീട്ടിൽ രാജന്റെ മകൾ 21 വയസ്സുള്ള അയന രാജനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഗുളിക കഴിച്ചത്. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. പഴയന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ വിജയത്തിലെ CPM-ന്റെ അവകാശവാദം അപഹാസ്യമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വർഷങ്ങളായി ഭരിച്ചിരുന്ന ബാങ്കിൽ ഭൂരിഭാഗം ഇടതുപക്ഷ അംഗങ്ങളാണ്. എന്നിട്ടും 13,000 അംഗങ്ങളിൽ കേവലം 3,000 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് കാണിക്കുന്നത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനെടുത്ത നിലപാട് ശരിവയ്ക്കുന്നതാണ്. സഹകാരികളെ വഞ്ചിച്ച് നേടിയ വിജയം ആഘോഷമാക്കുന്ന CPM-ന്റെ പ്രസ്താവന സഹകാരികളോടുള്ള വെല്ലുവിളിയാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മണലൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃപ്രയാർ കപിലാശ്രമം സന്യാസി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് KN സോമകുമാർ അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മി സുരേഷ്, V സായിറാം, ശ്രീധരൻ വെളുത്തേടത്ത് പറമ്പിൽ, MS പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു.
വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളറക്കാട് പള്ളി പാർക്കിലെ ഓട്ടോ ഡ്രൈവർമാർ കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഓട്ടോ ഡ്രൈവർമാരായ ഷംസു, മുസ്തഫ, ജാക്സൺ, അലി, റനീഷ്, ബിജു, സിദ്ദിഖ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. റോഡ് പണിയാനുള്ള ടെൻഡർ വേഗത്തിലാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ചിറമനേങ്ങാട് റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കാമെന്നും പ്രസിഡന്റും സെക്രട്ടറിയും ഓട്ടോ ഡ്രൈവർമാർക്ക് ഉറപ്പ് നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ ഉരുക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രഷറിൽ നിന്നും ഉയരുന്ന ശബ്ദവും അമിതഭാരവുമായി ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്ന ലോറികളും പൊടിപടലവുമാണ് പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. നിരവധി പ്രതിഷേധവും പരാതികളും നൽകിയിട്ടും അധികൃതർ ക്വാറിക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമിതഭാരവുമായി വന്ന ലോറി പ്രതിഷേധക്കാർ തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസിനോടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടും മതിയായ രേഖകളില്ലാതെയാണ് ക്രഷറിന്റെ പ്രവർത്തനമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ക്വാറിയുടെ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാമെന്ന് പോലീസ് അറിയിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. സമാജം രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് എം കൃഷ്ണനുണ്ണി, ടി ജി രവി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുക്കും. PR സുരേഷ്, VA രവീന്ദ്രൻ, MA കൃഷ്ണനുണ്ണി, CN സജീവൻ, KG അരവിന്ദാക്ഷൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂർ ലയൺസ് ക്ലബ്ബ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. 7 ചികിത്സാ വിഭാഗങ്ങളിലായി 14 ഡോക്ടർമാരും 20 പാരാമെഡിക്കൽ സ്റ്റാഫും പങ്കെടുത്തു. 436 പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. പറപ്പൂർ ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ജോസ് തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബിന്റെ വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച PJ വർഗീസ്, ബിജോ വർഗീസ്, PD മാത്യൂസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൊയ്യ പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോളി സജീവ്, സമിതി അധ്യക്ഷരായ ഷൈബു തോമസ്, TP ആനി, ലിൻസി ജോയ് എന്നിവർ സംസാരിച്ചു. ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ V മുജീബ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NP നാസർ, AM ഷഫീർ, TK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായുള്ള കളിസ്ഥലം നഷ്ടമായതിന്റെ സങ്കടത്തിൽ വെളുത്തൂരിലെ കുട്ടികളിറക്കിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. അരിമ്പൂർ പഞ്ചായത്ത് 15-ാം വാർഡിലെ കുണ്ടോളി റോഡിന് സമീപമുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏക്കർ കണക്കിന് ഭൂമിയായിരുന്നു പ്രദേശവാസികളായ കുട്ടികളും യുവാക്കളും കളിസ്ഥലമായി ഉപയോഗിച്ചിരുന്നത്. ഈയിടെ ഈ കളിസ്ഥലത്തിന് ചുറ്റും ഗ്രിൽ സ്ഥാപിച്ച് അടയ്ക്കുകയായിരുന്നു. ഫുട്ബോളാണ് ഇവിടുത്തെ പ്രധാന കായിക വിനോദം. 7ഓളം ക്ലബ്ബുകൾക്കുൾപ്പെടെ ആശ്രയമായിരുന്ന ഇവിടം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗ്രിൽ സ്ഥാപിച്ച് അടയ്ക്കാൻ ആരംഭിച്ചത്. സ്ഥലമുടമ സ്വന്തം സ്ഥലം സുരക്ഷിതമാക്കുന്നതിൽ ആർക്കും വിരോധമില്ല. അതേസമയം തൊട്ടടുത്തുള്ള വിശാലമായ കളിസ്ഥലം നഷ്ടമാവുന്നതിലുള്ള സങ്കടമാണ് കുട്ടികൾക്ക്. ഇവരുടെ ദുഃഖമാണ് വീഡിയോയായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഗ്രില്ലിൽ കൈവച്ച് കളിസ്ഥലത്തേക്ക് നോക്കി വിഷമിച്ചു നിൽക്കുന്ന കുരുന്നുകളുടെ വീഡിയോ ആരുടെയും മനസ്സിനെ സ്പർശിക്കുന്നതാണ്. ഒഴിവു ദിവസങ്ങളിലെങ്കിലും ഇവിടെ കളിക്കാൻ അനുവദിക്കണമെന്നാണ് കുട്ടികളുടെ അപേക്ഷ. നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ഗ്രൗണ്ട് കെട്ടിയടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ലഹരിയാവും കളിയിടങ്ങളോട് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരി ലഹരിക്കും മൊബൈൽ ഫോണിനും എല്ലാം അടിമകളാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാനായിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ട് വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു അവിചാരിതമായ ഒരു സംഭവം അങ്ങനെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു വന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ കെട്ടിയടച്ച് പോയിട്ടിരിക്കുകയാണ്. ഞങ്ങള് ഈ വെക്കേഷനൊക്കെ വരാൻ പോവാണ്. അപ്പൊ ഈ ഇപ്പൊ തന്നെ ഗ്രൗണ്ട് കൂട്ടിയപ്പോ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അപ്പൊ വൈകുന്നേരമൊക്കെ കളിക്കാൻ വരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ മാത്രമേ കളിക്കാനുള്ളൂ. അപ്പൊ കുറച്ച് സ്ഥലം തന്നാ മതി കളിക്കാൻ. കളിയിടങ്ങൾ കെട്ടിയടക്കുന്നതിന് പകരം ഒരു അവധി ദിവസങ്ങളിലെങ്കിലും ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഗ്രൗണ്ടുകൾ തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഇത് ആർക്കും ഇതിലുള്ളൊരു വീഡിയോ അല്ല. ഇതൊരു കുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ്. ഈ സ്ഥലത്തിന്റെ കുറച്ചു ഭാഗം നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനായി സാധിക്കുന്ന കാലത്തോളം അനുവദിച്ചു നൽകിയാൽ ഇതിന്റെ പൂർണ്ണ ചുമതലയും സംരക്ഷണവും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് അംഗം CG സജീഷ് പറഞ്ഞു. TCV തൃശൂർ. കൊടകര അഴകം യുവജന സംഘം വായനശാല റിപ്പബ്ലിക് സദസ്സിന്റെ സമാപന സമ്മേളനവും വിജ്ഞാന വികസന സദസ്സും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. MK ജോർജ്,
ടി വി ഗോപി, ലിബി ഹർഷ, PM സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയങ്ങളിലെ മയക്കുമരുന്ന് ഉപയോഗം വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ തന്നെ തടയുക എന്ന ആശയവുമായി നിർമ്മിച്ച ഷോർട്ട് ഫിലിം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ശ്രദ്ധേയമാകുന്നു. സിറ്റി പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് എന്നിവയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഷോർട്ട് ഫിലിം ദർശനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ധന്യദർശൻ രചനയും ഡിൻസൺ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചു. സിനിമ സീരിയൽ താരം ഫിറോഷ്, സോമൻ വലിയറ തുടങ്ങിയവർക്ക് പുറമെ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ SPC വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് അഭിനേതാക്കൾ. ഷോർട്ട് ഫിലിമിന്റെ സ്കൂൾ തല ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. പാറമേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ അരുൺ ഗോവിന്ദ് രചിച്ച പ്രണയഗാന്ധാരം പുസ്തകം പ്രകാശനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അധ്യക്ഷയായിരുന്നു. പ്രശസ്ത സാഹിത്യ നിരൂപകൻ ഡോക്ടർ PR ജയശീലൻ പുസ്തകം പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ അരുൺ എഴുത്തച്ഛൻ, പഞ്ചായത്ത് അംഗം PR വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലത്ത് തീപിടിച്ച സ്വകാര്യ ബസ്സിൽ നിന്നും യാത്രക്കാരെ രക്ഷിച്ച സ്കൂട്ടർ യാത്രികനെ ഹ്യൂമാനിസ്റ്റ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ബസ്സിന് പുറകിലായി സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വിഷ്ണുവിനെയാണ് ആദരിച്ചത്. ബസിന്റെ ഡോർ ചവിട്ടിപ്പൊളിച്ചാണ് വിഷ്ണു യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയത്. ഷൺമുഖൻ മായനൂർ, സതി അപ്പത്ത് എന്നിവർ ആദരത്തിന് നേതൃത്വം നൽകി. തിരുവല്ലോമല അഖില കേരള എഴുത്തച്ഛൻ സമാജം കുത്താമ്പള്ളി വാർഷിക പൊതുയോഗം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സെക്രട്ടറി രവീന്ദ്രൻ, മോഹനകൃഷ്ണൻ, TK അയ്യപ്പൻ, അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, KM അരവിന്ദാക്ഷൻ, PS ജയഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂർ വില്ലേജ് ഓഫീസറായ മണ്ണുത്തി സ്വദേശി TK അനിൽകുമാർ ജോലിയിൽ മാത്രമല്ല കൃഷിയിലും മുൻനിരയിലാണ്. മണ്ണുത്തി ചിറക്കാക്കോട് സ്ഥിരം താമസമാക്കിയ തൊടുപുഴ സ്വദേശിയായ തേവർകുഴിയിൽ അനിൽകുമാർ ഇത്തവണത്തെ സർക്കാർ റവന്യൂ അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച വില്ലേജ് ഓഫീസർമാരിലൊരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 22 വർഷമായി സർക്കാർ സർവീസിലുള്ള അനിൽകുമാർ കഴിഞ്ഞ 1.5 വർഷമായി ഗുരുവായൂരിൽ വില്ലേജ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. സർക്കാരിലേക്കുള്ള റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചും വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ യഥാസമയം നൽകിയും മികച്ച പൊതുജന സേവനം ലഭ്യമാക്കിയും സുദീർഘമായ സേവനം കാഴ്ചവെച്ചതിന്റെ അംഗീകാരമായാണ് അനിൽകുമാറിനെ തേടി റവന്യൂ പുരസ്കാരമെത്തിയത്. ജോലി സമയം കഴിഞ്ഞും രാത്രി ഏറെ വൈകിയും ഓഫീസിൽ ചെലവഴിച്ചാണ് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം ഇദ്ദേഹം പൂർത്തീകരിച്ചിരുന്നത്. ഈ തിരക്കുകൾക്കിടയിലാണ് കർഷകൻ കൂടിയായ അനിൽകുമാർ ചിറക്കാക്കോട് പുതിയതായി പണികഴിപ്പിച്ച വീടിന്റെ ടെറസിലും മുറ്റത്തും നിറയെ ഫലവൃക്ഷത്തോട്ടം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മാവിനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപൂർവ നാടൻ മാവിനങ്ങളായ ചക്കരക്കുട്ടി, കോശ്ശേരി, വെള്ളരിമാവ്, കോട്ടപ്പറമ്പൻ, കുറ്റ്യാട്ടൂർ തുടങ്ങി തായ്ലൻഡിൽ നിന്നുള്ള നാംഡോക്, മൈ, യൂഹാൻ, ജാംബോ റെഡ് കർപ്പൂരം, സൂപ്പർ ക്യൂൻ, ചില്ലി മാവ് തുടങ്ങിയ സ്വദേശിയും വിദേശിയുമായ മാവുകളുടെ 100-ലധികം വെറൈറ്റികളാണ് അനിൽകുമാർ നട്ടുപരിപാലിച്ചു പോരുന്നത്. ഈ മാവുകളിലെല്ലാം സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത് 150-ലധികം മാവിനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധതരം പ്ലാവ്, 15-ലധികം വെറൈറ്റി ചാമ്പ, 10-ലധികം വെറൈറ്റി റംബൂട്ടാൻ, വിവിധ തരത്തിലുള്ള പേരകൾ, വാനില, ബെയർ ആപ്പിൾ, ഡ്രാഗൺ, മാംഗോസ്റ്റീൻ, ബുഹാനിയ ചെടി, മുന്തിരി, ജാവോട്ടിക്കാവ എന്ന ബ്രസീലിയൻ മരമുന്തിരി, അഭിയു, മൂസമ്പി, ഓറഞ്ച്, മൾബറി, മധുരലൂവി, വിവിധയിനം കുരുമുളക് ചെടികൾ, വിവിധതരം പൈനാപ്പിൾ, ഞാവൽ, അമ്പഴങ്ങ, ആസാം ലെമൺ, നാരകം, കോക്കനട്ട് മാംഗോ, റംബൂട്ടാൻ, വിവിധതരം ജാതികൾ, വെറൈറ്റി കരിമ്പ്, മുട്ടിപ്പഴം, ചട്ടിയിൽ നട്ടുവളർത്തിയ തെങ്ങ് തുടങ്ങി അത്യപൂർവങ്ങളായ പല ഫലവൃക്ഷ ലതാദികളുടെയും അമൂല്യശേഖരം കൂടിയാണ് അനിൽകുമാറിന്റെ 9 സെന്റ് വരുന്ന ഈ പുരയിടത്തിൽ നട്ടുപരിപാലിച്ചു വരുന്നത്. ജോലി തിരക്കിനിടയിലും കൃഷിയെ സ്നേഹിക്കുന്ന അനിൽകുമാർ ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ചെറുതല്ലെന്നും കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിലുണ്ടെന്നും അനിൽകുമാർ പറയുന്നു. അത് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് നല്ലതാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിരാവിലെ ഇറങ്ങിയിട്ട് ഗുരുവായൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ട്രെയിനായിരിക്കും പോകുന്നത്. അത് രാവിലെ ഇറങ്ങിയാലും എന്നിട്ട് വൈകിട്ട് രാത്രി ഇട്ടുമ്പോഴാണ് കയറുക. അപ്പോൾ എന്താ ഇത് ഒരു കെയർ ചെയ്യണല്ലോ. നന ആവശ്യമാണ്. പോട്ടിൽ വെക്കുമ്പോൾ നന പ്രത്യേകം മാവിന് ചൂടുണ്ടാവും. പക്ഷെ നന ആവശ്യമില്ലെങ്കിൽ അത് ഉദ്ദേശിച്ച ബലം കിട്ടില്ല, വാടിക്കൊഴിഞ്ഞ് പോവുള്ളൂ. നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിനെ കാണുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക. അപ്പോൾ അവർ എല്ലാ രീതിയിലും അതിൻ്റെ കൂടെ നനയ്ക്കാനും മറ്റു കാര്യം നന തന്നെയല്ല, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. അപ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്, നമുക്കും അവർ ചേർന്ന് നിൽക്കും. കൃഷിക്ക് പുറമെ ഫാൻസി കോഴി വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയുമുണ്ട്.
ഭാര്യ രേഷ്മയും 6ലും 8ലും പഠിക്കുന്ന മക്കളായ സായി കൃഷ്ണയും നവമി കൃഷ്ണയും അനിൽകുമാറിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ കേന്ദ്രം സ്ഥാപകൻ പ്രൊഫസർ PT കുര്യാക്കോസിന്റെ 53ാം ചരമവാർഷിക ദിനം പാവറട്ടിയിൽ ആചരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, PT കുര്യാക്കോസ് സ്മൃതി ഭവൻ അധ്യക്ഷൻ പ്രൊഫസർ K വിശ്വനാഥൻ, വിദ്യാപീഠ സംരക്ഷണ സമിതി പ്രസിഡന്റ് തോമസ് പാവറട്ടി, മേജർ PJ സ്റ്റൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മൃതി ഭവൻ അധ്യക്ഷൻ ഡോക്ടർ K വിശ്വനാഥൻ, ഡോക്ടർ ലതാ മഹേഷ്, കുര്യൻ പുലിക്കോട്ടിൽ, ഡോക്ടർ ഗണേഷ് കൃഷ്ണഭട്ട് എന്നിവർ സംസാരിച്ചു. അരിപ്പാലം പതിയാംകുളങ്ങര ക്ഷേത്രത്തിൽ അശ്വതി വേല ആഘോഷിച്ചു. കാഴ്ചശിവേലിക്ക് കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. വിവിധ ദേശങ്ങളിൽ നിന്നും താലിവരവ്, ഘണ്ടാകർണ ക്ഷേത്രം, പണിക്കാട് ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പ്, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. 5.3 കോടി രൂപയാണ് കിഫ്ബി അനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആറ്റത്ര, മുട്ടിക്കൽ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ഗതാഗത സൗകര്യമൊരുക്കുന്നതിനൊപ്പം പ്രദേശത്തെ കാർഷിക ജലസേചനത്തിനും സംഭരണത്തിനും പ്രധാനമാണ് മുട്ടിക്കൽ ചിറ. സംഘാടക സമിതി യോഗത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഫാദർ ജോമൻ മുരിങ്ങത്തേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5-ന് നിർമ്മാണോദ്ഘാടനം നടക്കും. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൗരനായ നാസർ അൽ കഹബി കുടുംബം റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. എരുമപ്പെട്ടി മഹലിലെ ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷെരീഫ് പാമ്പ്രയുടെ ഇടപെടലിനെ തുടർന്നാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഉസ്താദ് മുഹമ്മദ് ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷെരീഫിന്റെ മകൻ മുഹമ്മദ് സിനാനിൽ നിന്നും പാമ്പ്ര ഫാമിലി ട്രസ്റ്റ് സെക്രട്ടറി PK അബൂബക്കർ കിറ്റുകൾ ഏറ്റുവാങ്ങി. ഷഹീർ അൽ ഫാളിലി, പാമ്പ്ര മുത്തലിബ് ഹാജി, MA സൈദലവി, PM യൂസഫ്, ഉമ്മർ പള്ളിപ്പാടം, നിസാർ പാമ്പ്ര, ഫൈസൽ കരിയന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തൻപിടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും കളമെഴുത്തുപാട്ടും ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. പ്രതിഷ്ഠാദിനമായ വ്യാഴാഴ്ച നടക്കുന്ന കൂട്ടിയെഴുന്നേൽപ്പിൽ കൊമ്പൻ ചീരോത്ത് രാജീവ് ദേവിയുടെ തിടമ്പേറ്റും. 51 കലാകാരന്മാരെ അണിനിരത്തിയുള്ള നടപ്പുര മേളവും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി ശ്രീദേവി മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രനാഥൻ, കമ്മിറ്റി അംഗങ്ങളായ ജ്യോതിഷ് തണ്ടാശ്ശേരി, ഷൈൻ തണ്ടാശ്ശേരി എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം പനമ്പിക്കുന്നിൽ നടന്നു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി പ്രസിഡന്റ് ഷജിൽ കരിപ്പറമ്പിൽ അധ്യക്ഷനായി. കവി സുരേഷ് ബാബു കിള്ളിക്കുരിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഐരാണീശം വൈദേഹി സുരേഷ് സോപാന സംഗീതം അവതരിപ്പിച്ചു. സാമുദായിക സംഘടനാ പ്രതിനിധികളായ ജയന്തൻ പുത്തൂർ, K സുധാകരൻ നായർ, പുരുഷോത്തമൻ, സുന്ദർരാജ്, രാമകൃഷ്ണൻ കിള്ളിക്കോട്ട്, സംഘാടക സമിതി ജനറൽ സെക്രട്ടറി രജീവൻ മുറ്റിച്ചൂർ, കൺവീനർ മോഹൻദാസ് കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പുത്തൻപിടിക തോന്നിയേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. അന്തിക്കാട് ദേവസ്വം ഓഫീസർ KN ബാബുരാജ്, രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, സെക്രട്ടറി രാധാ ബിജു, പ്രസിഡന്റ് MB ദിനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി വാണിജ്യം. ഒരു പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തലശ്ശേരി കേന്ദ്രീകൃതമായി പ്രവർത്തനം ആരംഭിച്ച PKS കിച്ചൺ തലശ്ശേരിയുടെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം അലിയ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച കിച്ചൺ തലശ്ശേരി വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റിന്റെ 8ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നോമ്പുതുറയോടെ നിർവഹിക്കപ്പെട്ടു. PKS കിച്ചൺ തലശ്ശേരി ഉടമ PK ഷഫീഖ്, അലിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ AB സിദ്ദിഖ്, ചെട്ടിയങ്ങാടിപ്പള്ളി ചീഫ് ഇമാം ഇബ്രാഹിം ഫലാഹി, മഹല്ല് പ്രസിഡന്റ് A അബ്ദുൾ ബാസിദ് തുടങ്ങി നിരവധി പേർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നോമ്പുതുറയിൽ പങ്കെടുത്തു. തലശ്ശേരിയുടെ സ്പെഷ്യൽ രുചി വൈവിധ്യങ്ങളായ കബ്സ, മന്തി, ബിരിയാണി, അൽഫാം, ചൈനീസ്, അറബിക് സ്പെഷ്യൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളെല്ലാം ഇനി തൃശൂരിലെ കിച്ചൺ തലശ്ശേരിയിൽ നിന്നും ആസ്വദിക്കാം. കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങി സൗത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ കിച്ചൺ തലശ്ശേരിയുടെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9744377116, 9544588116.
ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,790 രൂപ, പവന് 1,18,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയത്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നാളെ 3 ദേശങ്ങളും 11 ആനകളെ വീതം എഴുന്നള്ളിക്കും. പൂരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഇരിപ്പിടത്തെ ചൊല്ലി ബഹളം. ഭരണപക്ഷ കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊരുങ്ങി BJP. ഈ മാസം 28-ന് ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കും. തൃശൂരിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാക്കുളം ജംഗ്ഷൻ സർവീസ് റോഡിൽ തെന്നി വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക്. മണ്ണുത്തി വെട്ടിക്കലിൽ അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ കാരണവരും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ചു. ഇതോടെ വാർത്താ വെളിച്ചം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.